അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അമ്മ സാരി കൊടുത്തിട്ടേ നല്ല സ്റ്റാൻഡേർഡ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മാക്സി ഒക്കെ ഇടുന്നതിനേക്കാളും നല്ല ലുക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ തണുപ്പ് വന്നുകൊണ്ട് ഏതായാലും സാരി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അലമാരയിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ വെറുതെ ഇങ്ങനെ മടക്കി വെക്കുകയാണ് അല്ലേ? എങ്ങോട്ടും പോണില്ലല്ലോ, എവിടേക്കെങ്കിലും പോകുമ്പോൾ മാത്രം. മറ്റേതെന്നും വണ്ടൂരായിട്ടും എന്നും പോക്കേന്നു പണ്ട് അല്ലേ? വീട്ടിൽ നിൽക്കുകയല്ല, പിന്നെ എന്നും അസുഖം ഉണ്ടാവും. ഒരാളല്ലെങ്കിൽ ഒരാളെ കൊണ്ടുപോകാണ്ടാവും, അല്ലെങ്കിൽ അമ്മയ്ക്കന്നെ പോകണ്ടാവും. ഇനി അവിടേക്ക് ഒന്നും അല്ലെങ്കിലും ചെറുതോട് വെറുതെ ഒരു ബാങ്കിലേക്ക് എവിടേക്ക് ഇപ്പൊ അതൊക്കെ ചുരുങ്ങി അല്ലേ? അതാണ് ഇപ്പൊ ആവശ്യമല്ലോ, പണിക്ക് പോണില്ല, പിന്നെ വീട്ടിലിങ്ങനെ നിക്ക. എന്തോ ഒരു യാത്ര കുറഞ്ഞു എന്നറിയോ? മറ്റേ പണിക്ക് പോകണ്ടെങ്കിൽ പണിക്ക് പോവാം, അല്ലെങ്കിൽ വീട്ടില് നിക്കൂല. പണിക്ക് പോണുണ്ടെങ്കിൽ മാത്രം പണിക്ക് പോവാ, അല്ലെങ്കിൽ എങ്ങനെ സാരി മാറ്റി പോവാണ്ടാവും. എന്നോ യാത്രയോട് യാത്ര കാലം പറഞ്ഞിട്ട് വീട്ടിൽ നിക്കലന്നല്ല. ഒരു ദിവസം ഉച്ചക്ക് ചോറിന് അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അവസരം, അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനത്തെ ഒരു കാലം, ഇപ്പൊ ഇങ്ങനത്തെ ഒരു കാലമായി. അടങ്ങി വീട്ടിലിരിക്കണ ഒരു കാലം വന്നു. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുട്ടും പലകയും എല്ലാം എടുത്തു കിട്ടും. എന്ന് വന്നിട്ട് നമ്മോട് ചോദിച്ചിരുന്നു ഇത് വാർത്തിട്ട് എത്ര ദിവസമായിന്ന്. അപ്പോൾ ഇന്നേക്കിപ്പോൾ 8 ദിവസമോ നാളേക്ക് 8 ദിവസമായി കേട്ടോ. ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു നമ്മളെ വാർപ്പ്. അപ്പം അങ്ങനെ ഇന്നാണ് ഇതിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് ഇപ്പം നല്ല ഫ്രീ ആയിട്ട് നടക്കാനായി. മറ്റേതിൽ പോവാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഫുള്ള് സാധനങ്ങളായിട്ട് അടുക്കളയൊക്കെ നല്ല ഫിനിഷാക്കി സൂപ്പറാക്കിട്ടോ. ഇനി ഇവിടെ കോൺക്രീറ്റ് ഉണ്ട് നമുക്ക്. നമ്മൾ അപ്പൂസിന് നല്ല പണിയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഒന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് ചത്തലും കോരലും മാന്തലും പണി കൊടുത്തു. എന്താ പൂ പണി? പിന്നെ അപ്പൂനെപ്പോൾ കാണിച്ചു തരാം. സന്തോഷേട്ടൻ മരുന്ന് വാങ്ങാൻ പോയതാട്ടോ. അമ്മേൻ്റെ ഇന്ത്യയൊക്കെ മരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വണ്ടൂർ വരെ പോയതാ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വാർപ്പിൻ്റെ മുകളിൽ നിന്നേ വെള്ളം വീണിട്ട് നിലൊക്കെ പിപ്പിളി ആയിട്ട് ചപ്പിളി നടക്കാൻ പറ്റണില്ല. അപ്പൊ അപ്പൂസിന്റെ പരീക്ഷ നാളെയും കൂടി ഉള്ളൂല്ലേ? നാളെയും കൂടി ഉള്ളൂല്ലേ? അപ്പോ അപ്പൂന് എന്തെന്ന് പണി പറഞ്ഞേ? ഇതൊക്കെ കോരി നമ്മളെ അടുക്കള കാണിച്ചില്ലേ, അതേപോലെ ഇവിടുത്തതൊക്കെ കോരി ഒഴിവാക്കണ പണിയാണ്. ഇത് കൊറേ ഉണ്ട്. അപ്പോ ഇതിന്റെ ഉള്ളിലത്തത് എടുക്കാണ്ട് കേട്ടോ. ബാത്റൂമില് ബാത്റൂമത്തെ മുട്ട ഇതിനുള്ളിൽ ഇഷ്ടാട്ടോ, അല്ല ജന്തുക്കളും ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കണ്ട. എന്താ വിശേഷം? എന്താ വിശേഷം പറ, ഇങ്ങോട്ട് നോക്കി പറയേ. അപ്പൊ കൂട്ടം സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. കമന്റ് നോക്കിയോ? അപ്പൊ നമ്മളെ കമന്റ് മാത്രം നോക്കൂല, വേറെയുള്ള കമന്റ് ഒക്കെ നോക്കൂ. വാഷിംഗ് മെഷീന്റെ പൈപ്പാണ് ഇട്ടത്. അതൊക്കെ ആദ്യമേ ഫിറ്റാക്കി വെക്കോണ്ട് അതൊന്നും ഇതാക്കാൻ പോണ്ട. ഇനി വാഷിംഗ് മെഷീനെ കൊടുത്തിട്ട് വെച്ചാ മതി. എന്നാ സ്കൂൾ പൂട്ടുക? നാളെ പൂട്ടും. ട്യൂഷനും സ്കൂളും കഴിഞ്ഞ് എത്ര ദിവസം ലീവ് ഉണ്ടോന്ന് അറിയില്ല അല്ലേ? കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. പറയെന്തെങ്കിലും. അപ്പൂസിന്റെ മുടി വളർന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് മോഡലാക്കി വെട്ടിയതോനെ ബാക്ക് ഇങ്ങനെ സ്ലോപ്പ് ആക്കിയിട്ട് മുന്നിൽ മുടി നിർത്തിയതാണ്. ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് മോഡലല്ലാന്ന്. ഓൻ അങ്ങനെ പറയുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. മോഡലൊന്നും ഇഷ്ടമല്ല, പക്ഷെ മുൻവശം അങ്ങനെ നിർത്തുന്നതാണ്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പൊ നമ്മളായിട്ട് കുറയ്ക്കണ്ടല്ലോ. അപ്പോൾ അവന്റെ മുടിയാണെങ്കിൽ അങ്ങനെ നിൽക്കുന്നതാണ്, ഒന്നായിട്ട് കാടായിട്ട്. അപ്പൊ ഇത് നിറയെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടേ, പറഞ്ഞത് കേൾക്കാതെ നിറയെ എടുത്ത് കൊണ്ടുപോകണം. എന്നാ പിന്നെ അമ്മ മെല്ലെ ഇറങ്ങിക്കോളി, വഴിക്കുണ്ടോടാ. ഇവിടെ കൊണ്ടുവന്നാൽ ഇടണം കേട്ടോ. നമ്മളെ വീടിന്റെ ബാക്ക് ഭാഗത്ത് ഈ കുണ്ടും കുഴിയൊക്കെ അങ്ങോട്ട് അടക്കിയാണ്. പിന്നെ അതാ നമ്മളെ മുളകും തൈ ഇട്ടോ, നല്ല കുഴിച്ചിട്ടില്ലേ? അതുകൊണ്ടോ കണ്ടോ തെളിച്ചുണ്ട് കേട്ടോ. ഇവിടേക്കും അധികം വെയിലൊന്നും കിട്ടൂല, അതുകൊണ്ട് തന്നെ പിന്നെ നനവും എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്താ ഉഷാറായിട്ടുണ്ടാവുണ്ടല്ലേ? എന്താ അപ്പോൾ മുളക് തൈ ഉണ്ട്. ഇനി തക്കാളി തൈയും ചീരത്തൈയും എല്ലാ തൈകളും വെക്കാം. പക്ഷെ ഇവിടെ ഇനി ഇതേ വെക്കാൻ പറ്റുള്ളൂ, മുളക് തൈ മാത്രം. അതെന്തായാലും ഇവിടെ കൊടുന്ന് വെച്ചത് ഇന്നലെ പുഴുങ്ങിയ പൂളേൻ്റെ ബാക്കി 2 അമ്മ കൊണ്ടാട്ടം ഉണ്ടാക്കുക പറഞ്ഞോണ്ട് വെയിലത്ത് കൊണ്ട് വെച്ചാണ്.
അപ്പം അത് രണ്ടെണ്ണം ആയാലും ഒരു ചായക്ക് വെറുതെ ഒന്ന് കടിക്കാനുള്ളൊക്കെ ഉണ്ടല്ലേ. മണ്ണ് ഇവിടെ കൊടുന്ന് കുറച്ചിടുന്നുണ്ട് കേട്ടോ ഞങ്ങൾ. ഇവിടെ ഒന്നിങ്ങനെ കുറച്ച് ഉയർത്തണം മണ്ണിട്ടിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ കഷ്ടകാലത്തിന് ഇവിടെ ഒരു കറ്റാർവാഴ കൊടുന്ന് വെച്ചേന്നു. അത് ഇതാ പിടിച്ചിട്ടുണ്ട്. ചെറിയ തണ്ട് തന്നെയാണ് കേട്ടോ, എന്നാലും ഉണ്ടാവണുണ്ട്. പിന്നെ കുറേ മുളകും തൈ ഇവിടുന്ന് പിഴുതെടുക്കാണ്ട് ഇതാ നമ്മൾ എടുത്ത മുളകും തൈൻ്റെ ഇതത്തെ വലുത് നോക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പറിച്ചത്. ഇനി കൊണ്ടിട്ടുണ്ടായി വരുന്നത് കണ്ട വലിയ പച്ചമുളകിൻ്റെ ഉണ്ടമുളകിൻ്റെ തൈകളാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടുന്ന് പിഴുതെടുക്കണം. ഉണങ്ങിയ പോലെ ഉണ്ട്, വെള്ളം നനച്ചിട്ട് ഇവിടേക്ക് നല്ല വെയിൽ കിട്ടുവേ. ഇത് കൂട്ടിയില്ലല്ലേ. ഇത് അമ്മ നടക്കാൻ രാവിലെ പോകുമ്പോ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ നിന്ന് ചാണക വെള്ളം കൊണ്ടുവന്നതാട്ടോ, ചാണകത്തിന്റെ വെള്ളം. അപ്പൊ അതിന് കുറച്ച് വെള്ളം കൂടി കൂട്ടിയതിന് ശേഷം അത് എല്ലാത്തിനും തളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാ. നമ്മളെ പച്ചക്കറിക്കൊക്കെ ഉള്ള പച്ചക്കറി നമുക്ക് ഇങ്ങനെ നോക്കിയെടുക്കാം. തക്കാളിയൊക്കെ കുഞ്ഞു കുഞ്ഞിതായിട്ടുണ്ട്. ഒരു വെള്ളം ഒന്നും കിട്ടാത്ത പോലെ ഉണ്ടല്ലേ. എന്നാലും നമുക്ക് നമ്മുടെ കാര്യത്തിന് ഓരോന്ന് പറിച്ചെടുക്കാമല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയൻ വന്നു കേട്ടോ. അനിയൻ ശബരിമല പോയിട്ട് വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ പ്രസാദമൊക്കെ കൊണ്ടുവന്നുണ്ട്. അമ്മ അതൊക്കെ കൊണ്ട് കേട്ടോ കക്കൂസിന് ചായ പണി കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ അതെല്ലാം ഒന്ന് പൊട്ടിച്ചെടുത്ത് തിന്നു കേട്ടോ. കാരണം ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പ്രസാദം വെച്ചാൽ അത് പെട്ടെന്ന് തിന്നാൻ ഭയങ്കര ആകാംക്ഷയല്ലേ. മനു കൊണ്ടുവന്നത് ഫസ്റ്റ് കഴിച്ചു കേട്ടോ. ഞങ്ങൾ പോയി വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായില്ലമ്മ, ഒരാഴ്ചക്കായി. അപ്പം മനുവിൻ്റെ പ്രസാദം ആദ്യം കഴിച്ചു. പിന്നെ കുട്ടൻ്റെ പിന്നെ നമ്മളിവിടെ അടുത്തുള്ള പോയിരുന്നുണ്ട് അടുത്തൊരു വീട്ടിലത്തെ. അപ്പോൾ ഓരോ പ്രസാദം കഴിച്ചു. പിന്നെ അടുത്ത നമ്മൾ അരവണപ്പായസം കുറേ ആൾക്കാർക്ക് ഇഷ്ടമാണല്ലേ അരവണപ്പായസം. അത് എല്ലാവരും ഇങ്ങനെ പറയുന്ന കേൾക്കാം. ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന കേൾക്കാം. ഒന്നും പാരോ പറയണ്ടല്ലോ അല്ലേ. അരവണ കഴിച്ചു നിങ്ങൾക്ക് കിട്ടിയോന്നൊക്കെ ചോദിക്കണ്ടല്ലോ. നമുക്ക് കിട്ടിയോ ചോദിക്കുന്നുണ്ട്. അത് നമ്മളെ മീനുകുട്ടി താത്തയാണ് കേട്ടോ. മീനുകുട്ടി താത്താക്ക് കിട്ടിയിട്ടുണ്ട്. അവരടുത്തുള്ള കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ വരെ അയച്ചു തന്നിട്ടുണ്ട്. ഇതെന്താ എനിക്കൊരു ക്ലിപ്പ് കൊണ്ടു തന്നിട്ടാ. ഞാൻ കിട്ടിയ പടന്റെ മുടിവ് വെച്ചിട്ടുണ്ട്. അപ്പൊ കാട്ടി കൊടുത്താ വേണ്ട കുഞ്ഞു ക്ലിപ്പുണ്ട്. പിന്നെ പായസം ഈ അരവണന്റെ പല തരത്തിലുള്ളതുണ്ട്. ലൂസായിട്ടുള്ളത് ഇങ്ങനെ കട്ടായിട്ടുള്ളത് ഏതായിരുന്നു നമുക്കെല്ലാം അടിപൊളി ഇഷ്ടമാണ്. അത് നമ്മളെല്ലാവർക്കും കൊടുക്കുക. കിട്ടിയാൽ നുള്ളിക്കുന്നുണ്ട് ചിരലാക്കിയിട്ട് ഇങ്ങനെ ഒരു വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും കഴിക്കും. പിന്നെ പൊരിയിൽ അതാക്കണേ കുഞ്ഞു കുഞ്ഞു പീസ് നുറുക്കുണ്ട്. പിന്നെ കഴിച്ചാൽ പൊട്ടാത്തൊരപ്പുണ്ട്. അത് എന്താ അലുവുണ്ട്. ഈ അപ്പത്തിന് എന്താ പേര്? ഉണ്ണിയപ്പത്തിന് ഇത് ഉണ്ണിയപ്പം. അതിനെ കത്തിയോണ്ട് വെട്ടണം കേട്ടോ. വെട്ടത്തേക്ക് എടുത്ത് വെട്ടേണ്ടി വരും ചിലപ്പോ. പണിയെടുത്ത് കൊഴിഞ്ഞത്. അപ്പൊ ഈ വർഷത്തെ അരവണം പ്രസാദ എല്ലാവർക്കും കിട്ടിയോ? ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പോകാനുണ്ടാവും ഒരാൾക്കാര്. ക്രിസ്മസിന് എന്ത് ഫ്രീ അല്ലേ? പുൽക്കുടിലോ? ക്രിസ്മസ് ഇവിടെ ആവാനായി. നമ്മളെ പുൽക്കുടിൽ ഇനി ഒരുങ്ങിയിട്ടില്ല അല്ലേ? ഞാൻ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റാർസിംഗറിലൊക്കെ ഇങ്ങനെ കണ്ടു സ്റ്റാർസിംഗറിൽ കുറെ ആൾക്കാരുണ്ട്. മരത്തുമേ ലൈറ്റ് ഒക്കെ അതന്നെ ഞാൻ പറഞ്ഞേക്ക് മരത്തുമ്പോ വെക്കാനാണ്. ഹലോ ഉറങ്ങി നീച്ച് വരികയാണ് കേട്ടോ. എന്താപ്പത് ഉറങ്ങി നീറ്റോ? ഈ പ്രസാദൊക്കെ കണ്ടിട്ട് വരിക കേട്ടോ. അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കലില്ല കേട്ടോ. അല്ലാതെ ഞങ്ങൾ പിന്നെ നമ്മള് വായിക്ക് ഇങ്ങനെ നോക്കും. ഉപ്പ കിട്ടും കരുതിയിട്ടാണ്. ഒന്നും തിന്നാൻ കൊടുക്കൂല. നമ്മളിത് ഓളെ ഭക്ഷണം പിന്നെ ഈ ചിക്കനും മീനും മുട്ട അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞു പീസ് മാത്രം കൊടുക്കും. ഒന്നൊന്നാണെങ്കിൽ പിറ്റേ ദിവസം വേറെ ഒന്ന് അങ്ങനെയൊക്കെ മാറ്റി കൊടുക്കും. അപ്പൊ എടുത്തോ പക്ഷേ ഓർക്കശീനാണ് കേട്ടോ. പിന്നെ ഇതെന്താ ഈ എലിന്റെ വാലക്കാരെ കൊണ്ടുപോയത് പറു? ഈ ബോളിന്റെ ഉള്ളിൽ എലി ഉണ്ട് കേട്ടോ. അതിന്റെ വാലക്കോള് കടിച്ച് പറിച്ചെടുത്തു. വേണ്ടേ ഇല്ല കേട്ടോ. മൈൻഡില്ല ഞങ്ങൾക്ക്. ഇപ്പൊ കളിക്കാൻ പറ്റുന്ന അവസ്ഥയില്ല. എന്തേലും കവറിന്റെ ഉള്ളിലൊക്കെ പിടിച്ചിട്ട് കിടന്നുറങ്ങിയത്. ഒരു കവറോടെ കിടക്കുന്നുണ്ടായിരുന്നു. അതിനുള്ളിൽ ഞാൻ പാറോടെ നോക്കാണ്. എവിടെ കിടന്നുറങ്ങണുണ്ട്. ഉറങ്ങിയിട്ടാണ് അല്ലെങ്കിൽ ചാടി കുറെ നേരം ഉറങ്ങിയിട്ടുണ്ട്. പിടിച്ചോ വീട്ടടി
പന്തിരിക്കുന്നു ചരട ഒപ്പ് വേണ്ടത്. അപ്പൊ ഇന്നാണോ കളിപ്പിക്കുന്നത് പാറോ? വീട് വീട് വിടൂലേ വിടൂലേ? എന്താ കൊണ്ടുവന്നേ? എന്താ കൊണ്ടുവന്നേ? ചിക്കൻ കറി വെച്ചതാ? പച്ചേ വാങ്ങിക്കോ വാങ്ങിക്കോ. ആ അമ്മല്ല അണക്കാണ്. ആ അപ്പൂസിന് കൊണ്ടുവന്ന് കൊടുത്താണ്. മരുന്നിനായിട്ട് ചിക്കനും പൊറോട്ട കൊണ്ടുവന്നേ. മരുന്നുണ്ടല്ലേ? അപ്പൂസിനുള്ളൂന്ന്. അമ്മക്കുള്ളത് വേറെയാണ്. ആ അതാണ് ഞങ്ങൾക്കുള്ളത് ഇതൊക്കെയാണ് കേട്ടോ. എനിക്കുള്ളതോ? അതിന് ഉണ്ടോ? എന്താ അപ്പൂസിന് വണ്ടിക്കൂലി വാങ്ങിക്കോ. അപ്പൂസിന് ചില്ലറ. നാളെ ഓന് കൊറേ മണ്ണ് കോരിയേ. അവിടെ കൊറേ കോരിട്ടു അപ്പുറത്ത്. ബാങ്ക് കൊടുത്തിട്ടു. ഇന്നലത്തെ പോലെ പതിവ് പോലെ ഈ നേരം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ബാങ്ക് കൊടുക്കുന്ന നേരം വരെ ഓരോ പണിയായി. അപ്പൂസേ നമ്മളെ വിശേഷം നിർത്തിയല്ലേ എന്നാല്? ഇനി സ്കൂളൊക്കെ പൂട്ടിയാൽ അപ്പു ഫ്രീ ആവും കുറച്ച് ദിവസം അല്ലേ? അമ്മ മേലേക്കാൻ പോവാണ് കേട്ടോ. വിളക്കേക്കണം. അപ്പൂസേ അമ്മമ്മ പോയി. അപ്പോൾ എല്ലാവർക്കും ബായ് കൊടുത്താ. എന്തൊക്കെയാ കാണിക്കണേ? അപ്പം ഇനി നാളെ കാണാം അല്ലേ?